ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? അതൊരു സ്ഥലത്താണ്. പൊത്താന എന്ന് പറഞ്ഞൊരു സ്ഥലമാട്ടോ ഇത്. അത് നമ്മൾ പോകുന്ന വഴി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എവിടെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻട്രോ എടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ടാട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബേക്കിൽ കണ്ടോ ചെറിയ ഗ്രാമങ്ങളൊക്കെ ആയിട്ട് ചെറിയ വീട്, 2-3 ഹോട്ടലും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ഇങ്ങനെ എത്തി. കുറച്ച് ആൾക്കാർ വരുന്നതുകൊണ്ട് അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നമ്മളങ്ങനെ നാട്ടിൽ നിന്ന് 2 ആൾ വരുന്നുണ്ട്. അവരെയും കാത്ത് നിൽപ്പാട്ടോ. കുറച്ച് നേരമായി ഹോട്ടലിനോട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവർ വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ. ഞാൻ അവിടുന്ന് ടെൻറ്റൊക്കെ അയച്ച ലാസ്റ്റ് വീഡിയോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നതിന് ശേഷം നമുക്ക് പാക്കിങ് കാര്യങ്ങൾ ഒന്നുകൂടി ചെയ്യാനുണ്ട്. അത് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചെയ്യാനുണ്ട്. വൈകുന്നേരമായി കേട്ടോ, ഇതുവരെ വന്നിട്ടില്ല. 6 മണിക്ക് ബസ് കയറിയതാണ് അവിടുന്ന്, സോനാലി ബോർഡറിൻ്റെ അടുത്ത്. ഇതുവരേക്കും ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ സമയം 4 മണിയായി. 4 മണിയായിട്ടും ഇവിടെ ബസ് വന്നിട്ടില്ല. ഇങ്ങനെ കാത്തു നിൽക്കുക ഞാൻ കുറേ നേരമായിട്ട്. രാവിലെ നേരം കാത്തു നിൽക്കുന്നുണ്ട്, പക്ഷേ ബസ് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ അവരെ നമ്മൾ കണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു ബസ് ഇറങ്ങിയിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ നടന്നു വരുന്നുണ്ട് അവർ. നോക്കിയേ, അഞ്ജു ഇസ് ബാക്ക്. അങ്ങനെ അഞ്ജു തിരിച്ചു വന്നിരിക്കുകയാണ്. ബാഗെല്ലാം പോയി. അവളത്രയുള്ള ഒരു ബാഗൊക്കെ ഇട്ടിട്ടാണ് നടന്നു വരുന്നത് കേട്ടോ. കൈ നോക്കി എൻ്റെ ബാഗുണ്ട്. അതുപോലെ നമ്മളെ റോണി ചേട്ടനാണ്, നമ്മൾ പണ്ട് എറണാകുളത്ത് വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതാണ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ നേപ്പാളിലെത്തിയില്ലേ? നേപ്പാളിൽ നമ്മൾ മഞ്ഞുമല കയറാൻ വേണ്ടി പോവാം. പക്ഷെ മഞ്ഞില്ല. ഇവിടെ മല കാണുമായിരുന്നു. ഇവർ കറക്റ്റ് വന്ന ദിവസം തന്നെ മല പോയി. ഇന്നലെ വരെ ഉണ്ടായിരുന്നു മഞ്ഞുമല. ഇപ്പം മൊത്തം കോട കയറി. അവിടെ ഇങ്ങനെ മഞ്ഞുമല ഇങ്ങനെ കാണാൻ പറ്റും. മറ്റേ അന്നപൂർണ്ണ റേഞ്ച് മൊത്തം ഇങ്ങനെ കാണാൻ പറ്റുന്നു. നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞതിനെ കൊണ്ട് അത് കറക്റ്റ് സമയത്ത് പോയി. ഇനി നമുക്ക് വേഗം ഇന്ന സ്ഥലത്ത് പോയിട്ട് ബാഗൊക്കെ റെഡിയാക്കാനുണ്ട്. എൻ്റെ ബാഗിൽ സാധനം റെഡിയാക്കാനുണ്ട്. ഇവിടെ കുറേ സാധനം മാറ്റാനും ഉണ്ട്. അങ്ങനെ അഞ്ച് വന്ന് നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ടോ. നമുക്ക് ബാഗൊക്കെ കിട്ടിയിട്ടുണ്ട് പുതിയ. എൻ്റെ പഴയ ബാഗാട്ടോ ഇത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. പിള്ളേരുടെയൊക്കെ ബാഗാണ്. ബായ് ബായ്. അപ്പോൾ പിള്ളേരുടെയൊക്കെ ബായ് പറഞ്ഞിട്ടുണ്ട്. ഇനി അവരോടും കൂടിയും ബായ് പറഞ്ഞിട്ട് നമുക്ക് പോകണം കേട്ടോ. അഞ്ചു കാട്ടി റോഡ് കഴിക്കാട്ടോ. ഇവിടുത്തെ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഇങ്ങനത്തെ സാധനം ഇതിൻ്റെ മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഏർന്ന് ബാംഗ്ലൂരിന്നോ? അവിടെ അതെവിടെയാ? അവിടെ എത്ര പൈസയാ? 80. ഇവിടെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഇത് കഴിക്കുകയാണ്. മൂപ്പരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇവരോടൊക്കെ നമുക്ക് ബൈ പറഞ്ഞ് പോവുകയാണ്. ഇനി നേരെ നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഞാൻ കാണിച്ചു തരാം. അത് തിന്നേറ്റ് വേണം പോകാൻ. ഇതാട്ടോ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ. വലിയ ബാഗൊക്കെയാണ് നമ്മൾ ചാമന്ന് വന്നിരിക്കുന്നത്. സൈക്കിൾ നമ്മൾ ഇവിടെ തന്നെ വെക്കും. അതുപോലെ ഇതാ അഞ്ചു ഇവിടെ ഇരിക്കുന്നുണ്ട് പട്ടീനെയും കളിപ്പിച്ചുകൊണ്ട്. നമ്മളങ്ങനെ ഇതാ മൂപ്പർക്ക് റൂം. നമ്മൾ മൂപ്പറെ പോസ്റ്റാക്കി. ഞങ്ങൾ ചതിച്ചില്ലേ? ഞങ്ങളങ്ങനെ മൂപ്പർ റൂം എടുക്കാൻ വേണ്ടി പോവാട്ടോ. റോണി എന്നാട്ടോ പേര്. എൻ്റെ കൂടെ എറണാകുളത്ത് ഉണ്ടായിരുന്നു. ഞാൻ മൂപ്പരെ കീഴിലായിരുന്നു വർക്ക് ചെയ്തത് എറണാകുളത്ത്. അപ്പോൾ നമ്മൾ റൂം നോക്കി പോവാണ്. ഇത് ഇവിടുത്തെ മൂപ്പര മോനാട്ടോ. ഇത് തമിഴന്മാരാട്ടോ ഇപ്പോൾ മൊത്തം. അതിനെ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മോളിൽ ടെൻ്റ് അടിക്കാനൊക്കെ പറ്റി. പേരെന്നെ? ആ, പോൾ എന്നാട്ടോ പേര്. ചെന്നൈയിലെ പഠിച്ചയാ? ചെന്നൈയിലാട്ടോ ഇവര്. സ്ഥലം മൊത്തം തമിഴ്നാടാണ്, പക്ഷേ ചെന്നൈയിലാട്ടോ പഠിച്ചത്. അപ്പോൾ നമ്മൾ നേരെ റൂം നോക്കാം. റൂം എടുത്ത് 800 രൂപയാട്ടോ പുള്ളി നമുക്ക് കാണിച്ചു തന്നെ കേട്ടോ. 800 രൂപയാണ്. ഇവിടെ റൂം കിട്ടിയിട്ടുണ്ട്. ഇതാട്ടോ റൂം. ഇതാണ് നമ്മളെ റൂം. ഇവിടെ സാധനം വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ആമ ബിരിയാണി എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ. ഇതിൻ്റെ സ്ട്രീറ്റിൻ്റെ നെയിം എന്ന് ഹിമാലി ടോൾ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മൾ നിൽക്കുന്നത്. അവിടെയാണ് നമ്മളിന്ന് ഹോസ്റ്റ് ചെയ്തത്. ഇതാട്ടോ ബിരിയാണി കട, ആമ ബിരിയാണി എന്ന് പറഞ്ഞ പേര്. ഇവിടെ നമ്മളെ പൊക്കാരയിൽ നിന്ന് മറ്റേ ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ട്, ആ റൂട്ടിലേക്ക് വരുന്ന ഭാഗത്താട്ടോ. നമ്മളെ ഈ പുള്ളിയാട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ലൂയിസ് എന്നാണ് പേര്. ക്രിസ്മസ് ആയതുകൊണ്ട് സ്റ്റാറൊക്കെ തൂക്കുക കേട്ടോ. നേരത്തെ തൂക്കിയതായിരുന്നു. അപ്പോൾ എന്തോ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ട് ഇവർ ഇനിയും മാറ്റിയാണ് വേറെ സ്ഥലത്തൊക്കെ വെക്കുകയാണ്. അവിടെയൊക്കെ ഫുള്ള് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഓരോ സ്ഥലത്തായിട്ട് ഫുള്ള് ലൈറ്റാണ് ഇവിടെ. നമ്മൾ നിൽക്കുന്ന ഇവിടെ കേട്ടോ. ഇന്ന്
ഫുള്ള് ലൈറ്റും കാര്യങ്ങളായിട്ട് അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈറ്റ് വേറെ സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ ചോട്ടാനാ നിന്നെ പേടിപ്പിച്ചോ മര്യാദക്ക് മാറിക്കോന്ന് പറഞ്ഞു പേടിപ്പിച്ച്. നിന്നെ കാണിച്ചു തരാന്ന് നിന്നെ പൊട്ടിച്ചരാന്ന് പറഞ്ഞ നീ ഏതാടിയത്. സ്റ്റാർ മൊത്തം വേറെ സ്ഥലത്തേക്ക് മാറ്റാം പോവാ ചോട്ട പോവാ. ഇവിടുത്തെ കുട്ടികളൊക്കെ ഒരു പ്രത്യേക തരം രസമായിട്ടോ കാണാൻ. നമുക്കിന്ന് ഇവരെ വകയല്ലേ ഫുഡ്, ഇവർ തരാമെന്ന് പറഞ്ഞു ഫുഡ്. അങ്ങനെ ഫുഡ് വന്നു കേട്ടോ. ചോറുണ്ട്, പച്ചരി ചോറ് നല്ല, അതുപോലെ നമ്മുടെ ഡാലും കറിയാണിത്. ഡാലും കറിയുണ്ട്, പിന്നെ ചിക്കൻ്റെ കുറേ പീസും ഉണ്ട് കേട്ടോ. ചിക്കൻ കറിയാണിത്, മോളുണ്ട്. നമുക്ക് ഇന്നത്തെ ഫുഡാണത്. ഇവർ നന്നാണ്. ക്രിസ്മസ് തീയൊക്കെ ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ താഴെ കണ്ടില്ല ഒരു സാധനത്തിൻ്റെ മുകളിൽ ഞാൻ തൂക്കി വെച്ചത്. ലൈറ്റൊക്കെ വെച്ചിട്ട് മര്യാദയ്ക്ക് തിന്നിട്ട് എണീച്ച് വെക്കും കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളെ കണ്ടോ ജെറ്റ് പാക്ക് പോലെ എത്തിച്ച് വെച്ചിരുന്നത് ബാഗ് പാക്ക് ചെയ്താട്ടോ ഞങ്ങൾ ഇന്നലെ കാണിച്ചില്ലായിരുന്നു ഒരു ഹോട്ടൽ, അതിൻ്റെ മുകളിലാട്ടോ ടെൻ്റ് അടിച്ചാൽ. നോക്കിക്കേ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാ സാധനവും. ഇവിടെ ലുക്ക് നോക്കിക്കേ. ജെറ്റ് പാക്ക് 5 ഇതും കൊണ്ടാട്ടോ നമ്മൾ പോകുന്നത്. ഇതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റിയില്ല എന്നാണ് സങ്കടം വരിക. ഇച്ചിരി വെയിറ്റേ ഉള്ളൂ ഇതിനുമായിട്ട്. ഇവിടെ ബാഗിന് ഇച്ചിരി വെയിറ്റേ ഉള്ളൂ. നമുക്ക് പോണ്ടേ. റോണി ചേട്ടൻ രാവിലെ തന്നെ വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആയിട്ടുണ്ട്. പട്ടിക്കുട്ടൻ നോക്കിക്കെ ബാഗും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. എൻ്റെ ബാഗിന് മാത്രമേ കുറച്ച് വെയിറ്റ് ഉള്ളൂ, കാരണം ടെൻറ്റും പിന്നെ കുക്കിങ്ങുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ബായ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ സ്ഥലം നമ്മളിന്നലെ സ്റ്റേ ചെയ്ത് ഇതിൻ്റെ ഈ ഷോപ്പിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടുന്ന് എല്ലാം കൂടി റെഡിയാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ കണ്ടോ സൈക്കിളും കൊണ്ടൊക്കെ പിള്ളേർ പോകുന്നത്. ഇവിടെയൊക്കെ സൈക്കിളൊക്കെ ഉണ്ട്, അതിൻ്റെ സൗണ്ടാട്ടോ കേൾക്കുന്നത്. നമ്മളങ്ങനെ ഇത്രയും ലഗേജ് കൊണ്ടാട്ടോ പോകുന്നത്. 5 തവണ നിൽക്കുന്നുണ്ട്. ഇത് പുതിയ വ്ളോഗോട് കാണാൻ പരിപാടി കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ട്രൈപ്പോഡെല്ലാം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ ഫ്യൂവൽ ലീക്കിൻ്റെ സൈഡിൽ കൂടി കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നേരെ പോയിട്ട് വേണം നമുക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഫ്യൂവൽ ലീക്ക്. ഈ ഒരു ഭാഗത്തൂടെയാട്ടോ നടക്കുന്നത്. റോണി ചേട്ടൻ ഇതാ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, സൈഡിൽ ഒളിച്ചിമ്പുണ്ട്. ചൗമീൻ കഴിക്കാൻ വന്നാട്ടോ. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു, ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൗമീൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ചൗമീനാണ്. ഇവിടെ 150 ഇവിടുത്തെ പൈസ, അതായത് 90 രൂപേൻ്റെ അടുത്ത് വരും. ഇതാ എല്ലാവരും കഴിക്കാൻ വേണ്ടി നോക്കുക. തിന്നിട്ട് പറ എങ്ങനെയുണ്ട്. ആദ്യമായിട്ട് ഇവിടുത്തെ ചൗമീൻ തിന്നല്ലേ, ഇന്നലെ തിന്നല്ലേ? അത് ചട്നിയാ, സോസ് വേണമെങ്കിൽ സോസ് കഴിച്ചാൽ മതി. ഇത് നമ്മൾ നോർമലി കഴിക്കുന്ന സാധനമാണ്. അപ്പോൾ കഴിച്ചോട്ടെ. നമ്മളങ്ങനെ കണ്ട ബാഗും സാധനങ്ങളൊക്കെ കൊണ്ട് പാസ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ കേട്ടോ പാസിന് വരേണ്ടത്. ലേക്ക് സൈഡിലാണ് ഇതിൻ്റെ ഓഫീസ് ഉള്ളത്. ഇവിടെ വന്നിട്ട് വേണം നമുക്ക് അന്നപൂർണ്ണ റീജിയനിലേക്കുള്ള പാസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുക. പൊക്കാരയിൽ ഇതാ ട്രെക്കിംഗ് പെർമിറ്റ് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്താണ്ടോ. ഇവിടെയാണ് ഓഫീസ് ഉള്ളത്, ഈ കാണുന്നതാണ് ഓഫീസ്. നമുക്ക് അവിടെ പോയി പാസ് എടുക്കാം കേട്ടോ. അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞുതരാം എടുത്ത് കഴിഞ്ഞിട്ട്. പെർമിറ്റൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് അവർ. ഞാനും പെർമിറ്റൊക്കെ എടുത്ത്. നമ്മൾ പെർമിറ്റ് എടുക്കാൻ വേണ്ടി വേണ്ടിയ കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഫോട്ടോ വേണം, പിന്നെ ഒരു ID കാർഡ് വേണം. ID കാർഡ് എന്ന് പറഞ്ഞാൽ ആധാർ കാർഡോ വോട്ടർ ID എന്തെങ്കിലുമൊക്കെ മതി. പിന്നെ വേണ്ടത് 1000 രൂപ കേട്ടോ. അന്നപൂർണ്ണ കൺസർവേഷൻ ഏരിയയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് പെർമിറ്റിന് ആവശ്യമായിട്ട് 1000 രൂപയാണ് കയ്യിൽ വേണ്ടത്. 1000 രൂപ ഉണ്ടെങ്കിൽ നേപ്പാളി പൈസ കേട്ടോ. 1000 രൂപ അതുണ്ടെങ്കിൽ നമുക്ക് പെർമിറ്റ് കിട്ടും. ഇതാട്ടോ നമ്മളെ പെർമിറ്റ്. 1000 രൂപ കിട്ടും. 885 രൂപ പെർമിറ്റിൻ്റെ ഫീ ആണ്. പിന്നെ ടാക്സ് ആണ് 115. ടോട്ടൽ 1000 പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടലി 13 ദിവസത്തേക്കാണ് പെർമിറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ സാധനം സ്കാൻ ചെയ്തിട്ട് എടുക്കുകയുള്ളൂ. അതുപോലെ ഇതാണ് നമ്മളെ മാപ്പ് എന്നത്. ഇത് ഫുള്ള് അന്നപൂർണ്ണ കൺസർവേഷൻ ഏരിയയിൽ പെടുന്നതാണ്. ഇത് ഇവിടെ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ പാസ് കയ്യിൽ വെക്കണം, ഇല്ലെങ്കിൽ പോലീസ് പിടിച്ചാൽ സീനാവും. അപ്പോൾ നമ്മൾ പോകുന്നത് ജസ്റ്റ് ഈ ഒരു ഭാഗത്താണ്. മാർദി ഹിമാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെക്കിങ്ങിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കുള്ള ഹൈ ക്യാമ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാസ് എടുത്തത്. എന്താണെന്നറിയില്ല, എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് ട്രെക്ക് ചെയ്ത് പോകും. ഇവരൊക്കെ പാസ് എടുത്തിട്ട് സെറ്റായി വന്നാ. പാസ് സെറ്റാണ്, നമുക്ക് പാസ് കിട്ടി. അപ്പോൾ നമുക്ക് പോകണ്ടേ? ചത്ത് കയറുന്ന് മല കയറാൻ പോവാ. നമ്മളപ്പോൾ ബസ്സിൽ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ബാഗ്ലൂർ ബസ് സ്റ്റാൻഡിലേക്ക് പൊക്കോണ്ടിരിക്കുക. 5 ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. ബാഗ്ലൂർ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സിൽ പൊക്കോണ്ടിരിക്കുക. കണ്ടക്ടർ ഇല്ലാണ്ട് ബസ് മാത്രമാണ് പോകുന്നത്.
ഞങ്ങളങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ. അവിടുന്ന് ലേക്ക് സൈഡിൽ നിന്ന് 120 രൂപയാണ് 3 പേർക്ക് വാങ്ങിയത്. ഒരാൾക്ക് 40 രൂപ വെച്ചിട്ടാട്ടോ വാങ്ങിയത്. അപ്പോൾ ഇങ്ങനത്തെ ബസ്സിലാട്ടോ നമ്മളിനി പോകുന്നത്. ബാഗ്ലൂങ്ങിലേക്കിലാറ്റം പോകുന്ന ബസ്സായിരിക്കും. കാടയിലേക്ക് നമ്മൾ കയറുന്ന ഗാൻഡ്രുക്കിലേക്കൊക്കെ നേരെ ബസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ടൊക്കെയല്ല പോകുന്നത്. കാടേ തീഞ്ചാൻ കാടയിലേക്ക്. നമ്മളങ്ങനെ ബസ്സിൽ കയറി കേട്ടോ. ആ സാധനമൊക്കെ നോക്കിക്കോ. ഇവിടെ മൊത്തം സാധനമാണ്. നമ്മളെ മൂപ്പര് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 150 രൂപ കേട്ടോ കാട വരെ. ഇതാ ഈ പുള്ളിയാണ് നമ്മളിവിടെ കയറ്റി വിട്ടത് കാടയിലേക്കുള്ള ബസ്സാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫുള്ള് സാധനം കേട്ടോ. ഫുള്ള് സാധനമാണ് നമ്മളടുത്ത് കയ്യിൽ മൊത്തം ഉള്ളത്. ടെൻറ്റ് ഞാൻ ഇതിൻ്റെ അന്ന് ഊരിയിട്ട് മുകളിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കാടയിലേക്ക് പോവാണ്. ബാഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സാണ്. ബെനിയിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ആദ്യമൊക്കെ പോയ വഴിക്ക് പോകുന്ന ബസ്സാണിത്. ഫുള്ള് അങ്ങനെ നമ്മൾ പൊക്കാരയോട് വിട പറഞ്ഞ് നേരെ പോവാണ്. ഇവിടെ ഡീസൽ അടിക്കാൻ നിർത്തുക കേട്ടോ. ഇവിടെ 153 രൂപ കേട്ടോ ഡീസലിന്. പെട്രോൾ ലിറ്ററിന് പൈസ. അതായത് നമ്മുടെ നാട്ടിൽ 90 സംതിങ്ങിനൊക്കെ വരും. ബസ് ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പെട്രോൾ അടിക്കാം. എല്ലാ കേട്ടോ ബസ് പോകുന്നത് വളരെ സ്ലോയിലാണ്. റോണി കേട്ടാണ് ഇതാ ഉറങ്ങുക കേട്ടോ. നല്ല ഉറക്കത്തിലാണ്. കാരണം ബസ് വളരെ സ്ലോയിലാട്ടോ പോകുന്നത്. നമ്മളങ്ങനെ ബസ് ഇറങ്ങിയില്ലേ. ഇങ്ങോട്ട് നോക്കിക്കേ. പുതിയ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നോക്കിക്കേ അഞ്ജുന. സുന്ദരിയായിട്ടുണ്ടെന്ന്. ഇതേപ്പോൾ നമ്മൾ ഓസ്ട്രേലിയൻ ബേസ് ക്യാമ്പിലേക്കാട്ടോ പോകുന്നത്. അവിടുന്ന് വേണം നമ്മൾ മർദി ഹിമാലയയിലേക്ക് പോകാൻ. ഈ മലയാന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അന്വേഷിച്ച് പോവാം. ഇതാട്ടോ ഓസ്ട്രേലിയൻ ബേസ് ക്യാമ്പിലേക്ക് പോകാനുള്ളത്. എന്താ ഹോട്ടലിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടിയതാ ഗാണ്ടേന്ന് നേരെ ഈ ഇങ്ങനെ കയറി ലോ ക്യാമ്പ്, ഹൈ ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വരെ പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ റൂട്ട് വരുന്നത്. ഈ വഴിക്കാട്ടോ നമുക്ക് പോകേണ്ടത്. ട്രെക്കിങ്ങിന് സ്റ്റാർട്ടിങ് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ പോകണ്ടേ? ഓസ്ട്രേലിയൻ ക്യാമ്പിലേക്ക് 1.5 മണിക്കൂർ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇവിടുന്ന്. ഇനി കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ട്രെക്കിങ്ങിൻ്റെ ഫസ്റ്റ് കാലിതാ. എല്ലാവരും വലുത് കാല് വെച്ചിട്ട് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താവെന്ന് പഠിച്ചവനറിയാം. എന്താവെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. ഓ മൈ ഗോഡ്. സ്വയം അങ്ങ് പൊങ്ങ കേട്ടോ. ബേക്കിൽ 2 പഞ്ഞൊക്കെ വെച്ചിട്ടാ പോകുന്നത്. ജെറ്റ് പാക്കാ. മല കയറാൻ പറ്റിയില്ലെങ്കിൽ തീ കൊളുത്തി വിടും. അപ്പം മറന്നു പോകും. ചെറിയൊരു ഗ്രാമത്തിലൂടെ കേട്ടോ പോകുന്നത്. നമ്മൾ ആദ്യമൊക്കെ കണ്ട ടൈപ്പുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മുകളിലെത്തും തോറും നമ്മൾ അതുപോലത്തെ സ്ഥലങ്ങളിലേക്കാട്ടോ പൊയ്ക്കൊണ്ടിരിക്കുക. ചെറിയ വീടുകളാണെങ്കിലും ബുദ്ധിസ്റ്റിൻ്റെ സാധനമൊക്കെ ഉണ്ടല്ലോ അവിടെ. നമ്മൾ വല്ലപ്പോഴും കേട്ടോ ഇങ്ങനത്തെ കാണുള്ളൂ. നമ്മളിപ്പം പോകുന്നത് പ്രത്യേകിച്ച് മാറ്റങ്ങളുള്ള സ്ഥലങ്ങളാട്ടോ. ഇവിടുത്തെ ഗ്രാമവാസികളാണെങ്കിലും കൂടുതലും ഫോറിനേഴ്സിനൊക്കെ കണ്ട് ശീലമുള്ള ആൾക്കാരാട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമ്മൾ നോർമൽ ആൾക്കാരാണ്. ആദ്യമൊക്കെ പോയ സ്ഥലങ്ങളിൽ സൈക്കിളും കൊണ്ടൊക്കെ പോയ സ്ഥലങ്ങളാണെങ്കിലും നോർമൽ അല്ലായിരുന്നു. ഇതാ അങ്ങൊക്കെ നമുക്ക് വീടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബിൽഡിങ്ങുകളാട്ടോ. എനിക്കൊന്ന് അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് കയറാനുള്ള എന്നൊന്ന്. കുറേ ആൾക്കാർ ട്രെക്കിങ്ങിലും ഉണ്ട് കേട്ടോ. നമ്മൾ അതേപോലെ തന്നെ ഇതാ ബേക്കിൽ ഇവരും വരുന്നുണ്ട്. നിങ്ങളൊക്കെ എവിടുന്നാ? കേരളത്തിൽ നിന്നാണോ? ബംഗാളിൽ നിന്നാണോ? ഓസ്ട്രേലിയ നിന്നാണോ? അതാണ് ഓസ്ട്രേലിയൻ ക്യാമ്പിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ക്യാമ്പിലേക്ക് പോകുന്നത്. ഇവരൊക്കെ ഓസ്ട്രേലിയൻ ബേസ് ക്യാമ്പിലേക്കാട്ടോ പോകുന്നത്. നടന്നു പോകുന്നവരൊക്കെ. നമ്മളും അങ്ങനെ തന്നെ പോവാണ്. പോകുന്ന വഴിക്ക് ഇതാ ഇതുപോലെ സ്റ്റിക്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ട്രക്കിങ് ആയിട്ട്. എനിക്ക് വേണ്ട, നിനക്ക് വേണോ? അപ്പോൾ റോണി ചേട്ടനും ഉണ്ട്, ഇവളും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതാ താഴെ നിന്ന് മുകളിൽ കണ്ടൊരു ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ട്. ചെക്കൻ ഫുട്ബോളൊക്കെ കളിക്കാട്ടെ ഇവിടുന്ന്. ഹായ്, ഫുട്ബോളൊക്കെ കളിക്കാൻ നമ്മളിത് അവിടെ നിന്നാട്ടോ വന്നത്. ആ ഒരു സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് നടന്ന് വന്നത്. കാടേന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന്. ചെക്കൻ ഫുട്ബോൾ ഭയങ്കര കളിയാട്ടോ ഇവിടുന്ന്. കട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പോകേണ്ട ട്രക്ക് ചെയ്യണ്ടായിരുന്നോ? മുമ്പേ ഞാൻ ജസ്റ്റ് ഒന്ന് വിട്ടിട്ടുണ്ട്. അന്ന് നടന്ന് കയറുന്ന കാണാൻ പറ്റും. ഇങ്ങനെ കയറി നമുക്ക് പോകാൻ കേട്ടോ. ഓസ്ട്രേലിയൻ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ആ ഒരു മലേൻ്റെ ടോപ്പിലാട്ടോ ഓസ്ട്രേലിയൻ ബേസ് ക്യാമ്പുള്ള. അങ്ങ് വരെ നമുക്ക് എത്താനുണ്ട്. ഇതാ അഞ്ചു മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓരോ സ്റ്റെപ്പായിട്ട് കുത്തനെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? കുത്തനുള്ള കയറ്റാണ്. ഇനി ഇതാ ഇങ്ങനെ കയറി പോവാണ്ട്.
നമ്മളങ്ങനെ ട്രക്കിങ്ങിന് കയറിയപ്പോൾ 2 മലയാളീസിനെ പരിചയപ്പെട്ടു. പേരെന്തായിരുന്നു? ഹാഷിം, ഷാക്കിർ. കോഴിക്കോട് നിന്നാട്ടോ 2 ആൾക്കാരും. അങ്ങനെ ഫോൺ നയിക്കുന്നത് അറോണി ചേട്ടൻ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 മലയാളീസ്. നിങ്ങൾ എവിടെ വരെ പോയി? ദാമ്പൂസ് അവിടെ വരെ പോയി. വേറെ റൂട്ടിൽ കൂടിയല്ലേ കയറിയത്? പെർമിഷൻ എടുത്തുകയാണോ? ഞങ്ങൾ പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് കയറുന്നത്. അറിയില്ല, ഞാൻ പിന്നെ വിചാരിച്ച് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കയറുക. എന്തായാലും നോക്കി നോക്കാം. നിങ്ങളിന്ന് നേരെ ഇനി തിരിച്ച് ഋഷികേശ് ഫേവാലേക്ക് ഋഷികേശിലേക്ക് പോകാല്ലേ? ഓക്കെ, കണ്ടത് സന്തോഷം കേട്ടോ. ഓക്കെ ബൈ. അപ്പം ഞങ്ങൾ ട്രക്കിങ് നേരെ മുകളിലേക്ക് കയറട്ടെ, എപ്പോൾ എത്തുമെന്ന് അറിയില്ല. നമ്മളിതാ ഇവിടെ റെസ്റ്റ് എടുക്കാം കേട്ടോ. നമ്മുടെ ബാഗൊക്കെ ഉണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ ലഗേജ് ഉണ്ട് കേട്ടോ. മെല്ലെ മെല്ലെ നമ്മൾ കയറുള്ളൂ. അതുപോലെ ഇതാ അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബേക്കിൽ നിന്ന്. മല കയറുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക്. ഹൈ 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 എന്ന് പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ടാട്ടോ വരുന്നത്. ബേക്കിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ ട്രക്കിങ്ങിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അങ്ങ് കണ്ടോ, ആ ഒരു ഏരിയ ആണ് നമ്മുടെ റോഡ്. ആ കാണുന്ന മല കാണിച്ചു കൊടുക്ക്. എത്തിയോ? നടക്കൂല, നമുക്ക് കുറേ ദിവസം കയറാനുള്ള. ട്രക്കിങ്ങിന് പോണ്ടേ? ട്രക്കിങ്ങിന് പോണ്ടേ? കുറേ ആൾക്കാർ നടന്നു വരുന്നുണ്ടോ? യെസ്, വടിയൊക്കെ കുത്തി ആരാ വരുന്നത്? അവിടുന്ന് ഒരു വടി കിട്ടിയിട്ട് വടിയും കുത്തി വരുന്നുണ്ട്. വീട്ടിൽ നോക്കി വടിയും കുത്തി വരിക കേട്ടോ. അവിടെ വന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുക 5. ഇവരൊക്കെ കണ്ടോ, വിറകൊക്കെ മുകളിൽ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാട്ടോ. കത്തിക്കാനൊക്കെ മല ഇറങ്ങി പോവാണ്. നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കം കിട്ടിയ സന്തോഷത്തിൽ 5 ഓടി പോവാട്ടോ. ഇറക്കം കിട്ടിയ സന്തോഷത്തിൽ ഓടിപ്പോവാന്ന്. നമ്മൾ പോകുന്നേക്ക് ഒരു അപ്പൂപ്പനെ കണ്ടതാട്ടോ. 83 വയസ്സോ 84 വയസ്സെങ്ങാനായി. നമ്മൾ മുകളിലെത്താനായി. ഇവിടെ കുതിരയൊക്കെ ഉണ്ട്. കുതിരേനൊക്കെ നോക്കിക്കേ, കുറേ കുതിര ഉണ്ട് കേട്ടോ. അപ്പൂപ്പനെ നോക്കിക്കേ, അപ്പൂപ്പൻ ഫുൾ എനർജിക്കാട്ടോ. നമ്മൾ കയറുന്ന കയറ്റം അപ്പൂപ്പൻ പെട്ടെന്ന് കേട്ടോ കയറി വരുന്ന സംഭവം അല്ലേ. നമ്മൾ കയറി ഇത്രയും കഷ്ടപ്പാട്. ഓക്കെ, നമ്മൾ മെല്ലെ പുള്ളീൻ്റെ അടുത്ത് തന്നെ കയറാന്നാണ് പറയുന്നത്. പുള്ളീൻ്റെ ഗ്രാമമുണ്ട് ഈ സൈഡിലാട്ടോ. നോക്കി നോക്കാം. നമ്മൾ ഈ ട്രക്കിങ്ങിൽ വെള്ളം എടുക്കുന്നത് ഇങ്ങനെയാ കേട്ടോ അല്ലേ. നല്ല വെള്ളം. എല്ലാവരും ഈ ടൈപ്പ് വെള്ളമാണ് ഇവിടുത്തെ ആൾക്കാർ മൊത്തം ഉപയോഗിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ മാത്രമാണ് കുപ്പി വെള്ളമൊക്കെ ഉപയോഗിക്കുക. ഇച്ചിരി പൊടി ഉണ്ടാവും മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം. ഇച്ചിരി പൊടി ഉണ്ടാവുന്നല്ലാണ്ട് വേറൊന്നുമില്ല. കുതിരകളൊക്കെ നോക്കിയിട്ട് പല കളറിലാട്ടോ. നമ്മൾ അപ്പൂപ്പുണ്ട്. ഇപ്പം നമ്മൾ ഓസ്ട്രേലിയൻ ബേസ് ക്യാമ്പിലാണ് കേട്ടോ ഉള്ളത്. ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയൻ ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന ഭാഗം. ശരിക്കും പറഞ്ഞാൽ ഇത് കുറേ ഹോട്ടലുകളൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നിൽക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള സ്ഥലമാണ്. നമ്മൾ ഇവിടുന്ന് പത്താന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ തന്നെ ഉണ്ട്. ഇവിടെ കടകൾ 10 പൈസ ആയിരിക്കും സാധനത്തിനൊക്കെ. അതുപോലെ ആ കാണുന്നതാണ് ശരിക്കും ഓസ്ട്രേലിയൻ ബേസ് ക്യാമ്പ്. ആ കാണുന്നതാണ് ഓസ്ട്രേലിയൻ ബേസ് ക്യാമ്പ്. ഇവിടെയൊക്കെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരെന്നെ നെയ്യുന്ന ഒരു കടയാണ്. നോക്കിക്കേ, ഇവരെന്നെ ഇവിടുന്ന് നെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. ഈ ടൈപ്പ് ഇത് വലിയൊരു ഗ്രാമമാട്ടോ. ശരിക്കും ഗ്രാമമല്ല, ഫുൾ ബിസിനസ്സിൻ്റെ ഒരു ഏരിയ. ഇവിടെ നിൽക്കുന്നവർ മൊത്തം ഹോട്ടലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അപ്പൂപ്പൻ്റെ കൂടെ തന്നെ നടന്നു പോവാം. നമ്മളിത് താഴോട്ട് പോയിട്ട് അവിടെ പത്താന എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അതിനുശേഷം അങ്ങൊരു മല കണ്ടോ, ആ മലയാണ് ഡൈറൂളി എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങോട്ടേക്ക് നമ്മൾ നാളെയാണ് പോവുക. ഇന്ന് പത്താന എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ടെൻ്റ് അടിച്ച് നിൽക്കാനുള്ള പരിപാടി കേട്ടോ. ഇനി താഴോട്ടേക്കുള്ള ഇറക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു പോവാട്ടോ. അങ്ങ് നമുക്ക് മർദീൻ്റെ ഏതൊരു സാധനത്തിൻ്റെ ഒരു മഞ്ഞുമല കാണാൻ പറ്റുന്നുണ്ട് ഫോഗിൻ്റെ ഉള്ളിൽ. ഫുള്ള് ഇതാട്ടോ നമ്മളെ എൻ്റെ പേരും മറന്നുപോയി. കുതിരകളാണ് ഫുള്ളായിട്ട്. ഇതാ മൂപ്പര് നമ്മളെ തന്നെ ഉണ്ട്. ഓ, മേലെ കണ്ട ആൾക്കാർ തന്നെയാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ മൂപ്പര് ഇവിടെ മറ്റേ പുല്ലൊക്കെ തിന്നാൻ വേണ്ടി കൊണ്ടുപോയിട്ടതാണ്. ഇങ്ങനത്തെ ഒരു ബൈക്കൂല കേട്ടോ അപ്പം നമ്മൾ പോകുന്നത്.
അഞ്ചൊക്കെ ഇതാ അങ്ങനെ വരുന്നുണ്ട്. നോക്കിക്കേ, നമ്മളിതാ കാട്ടിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴിതെറ്റിയിട്ട് കാട്ടിൽ കൂടി വന്നാണ്. നോക്കിയ സ്ഥലം ഫുള്ള് കാട് പിടിച്ചെടുക്കും. ഇങ്ങനെ ആരെല്ലോ പോയൊരു വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴിയൊക്കെ ഞങ്ങൾ പിടിച്ച് വന്നാട്ടോ ഇങ്ങോട്ടേക്ക്. ഇനി നമ്മൾ നേരെ റോഡിലേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. ഈ കയറ്റം ഇറങ്ങി മറ്റേ ഓസ്ട്രേലിയൻ ബേസ് ക്യാമ്പിൽ നിന്ന് പൊത്തേനി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാട്ടോ. ഇതാ അഞ്ചു ഇതാ അവിടെ ഇതാ റോണി ചേട്ടൻ ഇങ്ങനെ ബാഗിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കോലൊക്കെ വെച്ചിട്ട്. എനിക്കറിയില്ല എന്താണ് ഇവിടുന്ന് വെള്ളം ഒഴുകുന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു സെൻട്രലിൽ കാട്ടിന് നടുക്ക് ഒരു റൗണ്ട് പോലെ സാധനം വന്നു കേട്ടോ. നമ്മൾ തിരിച്ച് റോഡിലേക്ക് തന്നെ വന്ന് ഈ സ്ട്രെയിറ്റ് പോകുന്ന വഴിക്ക് തന്നെ വന്നിട്ടുണ്ട് കാട്ടിൽ നിന്ന്. അപ്പോൾ ഈ ഒരു വഴിക്കാട്ടോ നമ്മൾ വരേണ്ടിരുന്നത്. നമ്മളിതാ കാട്ടിൽ കൂടിയാട്ടോ നടന്നു പോകുന്നത്. ഏതൊരു വഴി കണ്ട് അങ്ങനെ വഴിക്കൂടി പോയി. ഇവിടെ കുറേ വഴിയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഓരോ വഴിക്കൂടി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇവിടെ എത്തുന്നത്. വൈകുന്നേരമായി, പക്ഷേ ഇരുണ്ട് കേട്ടോ. അവിടെ 4:30 സാധാരണ ഇരുടാണ്. ഇപ്പോൾ 4 മണിയായി. 3:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാ വേക്കുന്ന വരുന്നുണ്ടോ, വടിയൊക്കെ കുത്തി നടന്നു വരുന്നുണ്ട്. ഇനിയും കുറേ ദൂരം പോകാണ്ട് നമുക്ക്. പൊത്തേനി എന്ന് പറഞ്ഞ സ്ഥലം അടുത്താണെന്നാണ് വിചാരിച്ചത്. ഈ ഒരു ബിൽഡിംഗ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പൊത്തേനി എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ അല്ല കേട്ടോ. ഇതാന്ന് തോന്നുന്നു കേട്ടോ പൊത്തേനി. ആ ഇതാ പൊത്തേനി. നമ്മൾ വൈതെറ്റി ഗൈസ്. മുകളിൽ കൂടി ആട്ടോ വന്നത്. നോക്കാം, നോക്കിക്കേ, ഇറങ്ങി വരുന്നുണ്ടോ ഇവർ രണ്ടുപേരും. ഒരു വലിയ മല ഞങ്ങൾ അറിയാണ്ട് കയറിപ്പോയതാണ്. അതിൻ്റെ മല ഞാൻ കുത്തനെ ഇറങ്ങിയതാട്ടോ. ഇവരിപ്പോൾ ഇറങ്ങി വന്നിട്ട് നോക്കിയേ. സാഹസികത നിറഞ്ഞ യാത്രയല്ലേ, ഫുൾ സാഹസികത നിറഞ്ഞ യാത്രയാണ്. കുത്തനെയുള്ള മല ഇറങ്ങിക്കൊണ്ടിരിക്കുക. കമോൺ വേഗത്തിൽ വാ. ഇതാട്ടോ പൊത്താന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഗ്രീൻ വാലി ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇതാണ് റൂം കിട്ടുന്ന സ്ഥലം. ഇവിടെ ചെറിയ പഴങ്ങളും കാര്യങ്ങളൊക്കെ എവിടെയും കിട്ടും. അപ്പോൾ റൂമിന് 800 കേട്ടോ പറഞ്ഞത്. അപ്പോൾ നോക്കി നോക്കാം എന്താ സംഭവം എന്നുള്ളതൊക്കെ. നമ്മളങ്ങനെ ഇവിടുന്ന് പറഞ്ഞ് 1300 നിൽക്കില്ലേ. 500 രൂപ മൂപ്പർക്ക് ഫുഡിന് മാത്രം. നമുക്ക് റൂം മാത്രം, അതായത് റൂം എന്തായാലും എടുക്കണം. റൂമിന് 800 രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമ്മൾ 3 പേര് അവിടെ നിന്നിട്ട് പുറത്ത് ഇതായിരുന്നു നമ്മൾ കുക്ക് ചെയ്യും, എൻ്റെ ഫുഡ് ഉണ്ടാക്കി കഴിക്കും. അതാണ് പ്ലാൻ അല്ലേ. നമ്മൾ റൂമിൽ എടുക്കേണ്ട ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ മൂപ്പർ ഒറ്റയ്ക്ക് 800 രൂപ എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പോൾ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ നഷ്ടമാവും. അപ്പോൾ വെറുതെ നമ്മളെന്തായാലും വന്നതല്ലേ. അപ്പോൾ അങ്ങനെ റൂം എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അധികം ടെൻ്റ് അടിച്ച് ബുദ്ധിമുട്ടുണ്ട്. രാവിലെ തന്നെ എണീച്ച് വേഗത്തിൽ പാക്കിങ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി മുകളിലെത്തുന്നതിന് എന്താണെന്ന് അറിയില്ല, ഷെയറിംഗ് ബെഡ് കിട്ടുമോ എങ്ങനെയാണെന്ന് അറിയില്ല അല്ലേ. എന്തായാലും നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ പൊത്താന എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവിടെയൊക്കെ ടെൻ്റൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ, ഒരു പ്രശ്നമില്ല. ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ സുഖമല്ലേ. ഒറ്റയ്ക്ക് വരുന്നതാണെങ്കിൽ നല്ല സുഖമാണ്. ഭയങ്കര പ്രശ്നമാണ്. ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റും. ആൾക്കാർ സമ്മതിക്കുകയും ചെയ്യും. ഇവിടുന്ന് വെള്ളം പോകുന്നൊക്കെ ഉണ്ട്, അത് യൂസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാട്ടോ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. 5 തൊപ്പിയൊക്കെ വെച്ചിട്ട് ലുക്കായിട്ടുണ്ട്. നാളെ നമ്മൾ ഈ മലയാണ് കയറി പോകേണ്ടത്. എന്നിട്ട് മുകളിലെത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മഞ്ഞ് കാണാൻ പറ്റും. കിട്ടൂല, ഇവിടെ കോടയൊക്കെ കയറുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല രസമായിരിക്കും തോന്നുന്നു. നമ്മളങ്ങനെ ഇവിടെ വന്നിട്ട് ചായ ഉണ്ടാക്കാം കേട്ടോ. വൈകുന്നേരമായി, 5 മണിയാവാറായി. അപ്പോൾ ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ചായ ഉണ്ടാക്കാം. കാപ്പി കേട്ടോ, ചായ അല്ല, കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, കട്ടൻ കാപ്പി. അപ്പോൾ അത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഗ്യാസിന് ചെറിയ എന്തോ പ്രശ്നമുണ്ട്, എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്യണം. നമ്മളിതാ ചോറ് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് ചോറാവുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ ഡാലും അതുപോലെ തന്നെ ഇതുണ്ടോ, ഡാലും ഉരുളക്കിഴങ്ങും കൂടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ളിയുണ്ട്, ഇതും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാലപ്പൊടിയൊക്കെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. വെള്ളമൊക്കെ നമ്മളിതാ ഈ സാധനം വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ 5 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ സാധനമാണ്. പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന നേരം ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടും കിട്ടും. അതുകൊണ്ട് തന്നെ വലിയ തണുപ്പൊന്നും അറിയില്ല. അത് ഞാൻ എല്ലാ സമയത്തും ഇങ്ങനെ തന്നെയാണ് ചെയ്യില്ല കേട്ടോ. കുക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ. ഇപ്പോൾ നമ്മൾ 1940 മീറ്ററിലാണ്. അത്യാവശ്യം 8 ഡിഗ്രി 7 ഡിഗ്രി ഒക്കെയാണ് ഇവിടുത്തെ തണുപ്പ് വരുന്നത്. ഇതാ തിളക്കുന്നുണ്ട്. ഇനി കുറേ ടൈം എടുക്കും ഇത് വേവാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ ചോറും ഡാൽ കറിയും നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള നമ്മൾ അച്ചാറൊക്കെ കൂടി തിന്നാം കേട്ടോ. ഇവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. 5 കഴിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട്? ആൾക്ക് കറി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ നല്ലപോലെ തിന്നുന്നുണ്ട്. എനിക്ക് ഈ കറിയാണ് ഇഷ്ടം, ഞാൻ നല്ലോണം ഉണ്ടാക്കാറുണ്ട്. ഇവിടെ സമയം 8 മണിയായിട്ടേ ഉള്ളൂ. നോക്കിക്കേ, കോട പോകുന്നത്
ഫുള്ളി ഇരുട്ടായിട്ടോ. നമ്മൾ നേരത്തെ അങ്ങൊക്കെ ചെറിയ ചെറിയ ലൈറ്റൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മൊത്തം പോയി ഫുള്ള് കോടയായി. കോട ഇങ്ങനെ അടിച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ലൈറ്റിൻ്റെ അകത്തുനിന്ന്. ഇതാ അഞ്ചിങ്ങനെ വിറച്ചിരിക്കുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കയ്യിലേ ഒക്കെ ഉണ്ട് ഫുള്ള് സെറ്റായിട്ടാണ് ഉള്ളത്. ഇവിടെ തണുപ്പ് ഇങ്ങനെയാണെങ്കിൽ മുകളിലെത്തുമ്പോൾ നീ എന്ത് ചെയ്യും? കൈയായിട്ട് തണുക്കുന്നത്. അവിടെയൊക്കെ നോക്കിക്കേ കോട നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫുൾ കോടയായിട്ട് ഇവിടെ ഇങ്ങനെ കോട പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ കറക്റ്റ് കോട ഇങ്ങനെ നീങ്ങി പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉറങ്ങാം. ഇനി ഉറങ്ങേണ്ട പരിപാടിയിലേക്ക് പോവാം. സമയം 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അടുത്തൊരു കാലാവസ്ഥയാണിത്. സൂര്യനിങ്ങനെ ഉദിക്കുന്ന പോലെ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. അവിടെ കുറേ ലൈറ്റുകളും കാണാൻ പറ്റും. രാവിലെ ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ട് എണീച്ചാട്ടോ. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ഇനിയിപ്പോൾ സൂര്യൻ ഉദിച്ച് വന്നുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. രാവിലെ തന്നെ ഞങ്ങൾ നിൽക്കുന്നിരുന്നതാ പുറത്തോട്ടൊക്കെ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാട്ടോ ഇത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരാണ്. അതുപോലെ ഇപ്പുറത്ത് നോക്കിക്കേ, അയ്യോ മഞ്ഞുമലകൾ. നമ്മളെ അന്നപൂർണ റീജിയൻ ആട്ടോ ഈ കാണുന്നത്. മാച്ചപ്പുച്ചരയാന്ന് തോന്നുന്നു ആ കുത്തനെ കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങളെ കൺമുന്നിൽ ഇങ്ങനെ തിളങ്ങി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഗോൾഡായിട്ടുള്ള ഇങ്ങനെ കാണാൻ പറ്റിയില്ല. സൂര്യൻ അപ്പോഴത്തേക്ക് ഉദിച്ചു പോയി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതാ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് മലനിരകൾക്കിടയിലൂടെ. ഫുൾ കോടയാട്ടോ, അങ്ങൊക്കെ കാണാൻ പറ്റും മഞ്ഞുമലകൾ ഫുള്ള്. നമ്മൾ അങ്ങ് അടുത്ത് കാണാൻ വേണ്ടി പോവാട്ടെ ഇനി അങ്ങോട്ടേക്ക്. ഇതാ കുക്കിങ്ങിൻ്റെ സാധനമൊക്കെ കണ്ടോ. രാവിലെ തന്നെ കുക്കിംഗ് ആയിരുന്നു. എന്താ തിന്നുന്നേ? മാഗി ഇപ്പി. മാഗി ഇപ്പിയൊക്കെ കണക്കാ. അത് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ. രാവിലെ തന്നെ എണീച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പി ഉണ്ടാക്കി തിന്നാണ്. ഇവിടെയൊക്കെ പോത്തുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മേയാൻ വേണ്ടിയിട്ട്. നമ്മളെ ഇപ്പി കേട്ടോ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ. അതാ നമ്മുടെ മഞ്ഞുമല കാണുന്നുണ്ടോ, നിരനിരാന്ന് പറഞ്ഞിട്ട്. ഇപ്പം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ മഞ്ഞുമല ഫുള്ളായിട്ട്. അന്നപൂർണ്ണ റേഞ്ചാട്ടോ അത് മൊത്തം. അങ്ങ് കണ്ടോ മാച്ചപ്പച്ചിരെ ഇങ്ങനെ കിടക്കാട്ടോ നമ്മുടെ അന്നപൂർണ്ണ റേഞ്ച്. നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇനി അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെ ഈ ഒരു വ്യൂ കൊണ്ട് നമ്മളെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. കാരണം നമ്മൾ വന്നതും കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഡേ 1 ആട്ടോ ഇവിടെ. ഇനി ഇവിടെ നമ്മൾ മുകളിലോട്ടേക്ക് പോകുന്നത് അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ കാണുക. അഞ്ചും അതുപോലെ തന്നെ തോണിച്ചേട്ടൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ല നല്ല കാഴ്ചകളും നല്ല ട്രെക്കിങ് കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.